നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 3 ജലന്ധരനും മഹാവിഷ്ണുവും തമ്മിലുള്ള യുദ്ധം 40-ാം ദിനത്തിൽ കേൾക്കുക. ജലന്ധരന്റെ അഹങ്കാരത്തിന് അറുതി വരുത്താൻ വിഷ്ണുദേവൻ ജലന്ധരനുമായി ഉഗ്ര പോരാട്ടത്തിൽ ഏർപ്പെട്ടു. അതിഘോരമായ യുദ്ധം നാളുകൾ നീണ്ടു. രണ്ടുപേർക്കും ഒരു ക്ഷീണമോ തോൽവിയോ ജയമോ ഉണ്ടായില്ല. ജലന്ധരന്റെ ബലവീര്യ മതം കണ്ട് വിഷ്ണു പോലും അതിശയിച്ചു പോയി. അദ്ദേഹം വിചാരിച്ചു, ഇവനെ തോൽപ്പിക്കുക അത്ര കണ്ട് എളുപ്പമല്ലെന്ന്. അല്ലെങ്കിൽ ഇവൻ രുദ്രാംശമാണല്ലോ. രുദ്രന്റെ എല്ലാ ഗുണങ്ങളും ഇവനുമുണ്ട്. ഇനി രുദ്രന്റെയും എന്റെയും ശക്തിയുടെയും അംശത്തിൽ പിറന്ന ആ ത്രിഗുണാത്മകന് മാത്രമേ ഇവനെ വധിക്കാൻ കഴിയൂ. അതും രുദ്രന്റെ സഹായത്താൽ. അതിനി ധാരാളം സമയം ബാക്കിയുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവനുമായി സന്ധി ചെയ്യുകയാണ് ഉത്തമം. വിഷ്ണുദേവൻ ഇപ്രകാരം ചിന്തിച്ചുവെങ്കിലും വീണ്ടും യുദ്ധം നടന്നു. യുദ്ധത്തിൽ ജയാപജയങ്ങൾ ആർക്കും ഉണ്ടായില്ല. ജലന്ധരൻ ജ്വലിച്ചു തന്നെ നിന്നു. ജലന്ധരനെ ജയിക്കാൻ കഴിയാത്തതിനാൽ വിഷ്ണുദേവൻ ഉപായത്തിൽ അവനോട് പറഞ്ഞു, ജലന്ധര, നിന്റെ വീരശൂര പരാക്രമത്തിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. ഞാൻ നിനക്ക് വരം തരാൻ ഉദ്ദേശിക്കുന്നു. സ്വീകരിച്ചുകൊള്ളുക. വരം കൊടുത്ത് അവനെ തൃപ്തിപ്പെടുത്താൻ യുദ്ധം അവസാനിപ്പിക്കാമെന്ന വിഷ്ണുദേവന്റെ വിചാരത്തിന് വിപരീത ഫലമാണ് ഉണ്ടായത്. അവൻ പറഞ്ഞു, ശരി, ഞാൻ വരം വരിക്കുന്നു. അങ്ങ് പരിവാര സമേതം എൻ്റെ ഭവനത്തിൽ വസിച്ച് ആതിഥ്യം സ്വീകരിച്ച് കഴിഞ്ഞുകൊള്ളണം. വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെയായി. അവൻ ചോദിച്ച വരം വിഷ്ണുദേവൻ ലക്ഷ്മി ദേവിയുമൊത്ത് തൻ്റെ ഗൃഹത്തിൽ അതിഥിയായി വസിക്കണമെന്നായിരുന്നു. വിഷ്ണുദേവന്റെ ഗതി കണ്ട് മറ്റു ദേവന്മാർക്ക് പരിഭ്രാന്തരായി. അവർ അതീവ ദുഃഖിതരായി. വിഷ്ണുദേവൻ ജലന്ധരന്റെ അതിഥിയായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാവിയെ എന്തായിത്തീരും? വിഷ്ണുദേവന് പോലും തങ്ങളെ രക്ഷിക്കാനാകാത്തതിൽ ദേവകൾ തങ്ങളുടെ ഇരുണ്ട ഭാവിയോർത്ത് അതീവ പാരിവശ്യത്തോടെ കൈലാസത്തിലേക്ക് ഗമിച്ചു. അവർ കൈലാസനാഥന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു പ്രാർത്ഥിച്ചു. മഹാദേവ, ദേവാദിദേവ, ജഗൽപദേ, അനാഥ രക്ഷക, പാപനാശക, അഗതികളായ ഈ ദേവകളെ രക്ഷിക്കാൻ ഇനി അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ. ജലന്ധരന്റെ ആക്രമം ക്രമാതീതമായി വർദ്ധിച്ചതിനാൽ ഞങ്ങൾ വിഷ്ണുദേവനെ അഭയം പ്രാപിച്ചു. ഞങ്ങളെ സഹായിക്കാനെത്തിയ വിഷ്ണുദേവനെ ജലന്ധരൻ ആതിഥ്യമരുളി ഒരുതരം വീട്ടുതടങ്കയിലാക്കിയിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ അങ്ങ് വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുള്ളൂ. ഭഗവാനെ, അവിടുന്ന് കനിഞ്ഞ് വേണ്ട ചെയ്യണം. കാരുണ്യവാരിധി, ഞങ്ങളോട് കാരുണ്യം കാട്ടണമേ. ശംഭോ മഹാദേവ, കൈലാസനാഥ, പരാൽപര, പരമേശ്വര, ജഗദ്ഗുരു, പാർവതീപദേ, ഈ അഗതികളെ ദയവായി രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ദേവകളുടെ ദീനവിലാപം കേട്ട് അവരുടെ സ്തുതിയിൽ സന്തുഷ്ടനായ ദേവാദിദേവൻ പ്രസന്ന ചിത്തനായി പറഞ്ഞു, ഹേ ദേവകളെ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കൂളിക്കുന്തവനത്തിൽ കുക്കുന്തരൻ എന്ന കാട്ടുരാജാവിന്റെ പുത്രി കരിനീലിയുടെ മായാരൂപമായ കൂളിവാകദേവിയുടെ പുത്രനായി ഒരു ത്രിഗുണാത്മകൻ പിറവികൊണ്ടിരിക്കുന്നു. ബ്രഹ്മദേവൻ ബൃങ്കാസുരന് നൽകിയ വരത്തിനൊത്ത ബലത്തോടുകൂടിയ ഒരു ബാലൻ. ഇതിനകം തന്നെ മഹിഷിയെയും ബൃങ്കാസുരനെയും പരലോകത്തേക്ക് അയച്ചു കഴിഞ്ഞു. അവന്റെ നാമം കുക്ഷിശാസ്താവ് എന്നാണ്. നന്ദി, നമസ്കാരം. 3-ാമത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്ന് നാളെ കേൾക്കുക.